പാലാ ബിഷപ്പിന് തെറ്റ് പറ്റിയിട്ടില്ല എന്ന് വിളിച്ചോതുന്ന ഗുജറാത്തിലെ വൻ ലഹരി വേട്ടയെക്കുറിച്ച്. പാലാ ബിഷപ്പ് ഒരു സമുദായത്തെ ആക്ഷേപിച്ചു. തങ്ങൾ കൈകൊണ്ട് തൊടാത്ത തങ്ങൾക്ക് ഹറാമായ ലഹരി വസ്തു ഉപയോഗിച്ച് മത തീവ്രവാദം വളർത്താൻ ശ്രമിക്കുന്നു എന്ന വ്യാജ ആരോപണമുയർത്തി ഒരു മതസമൂഹത്തെ തന്നെ ആക്ഷേപിച്ചു തുടങ്ങി എന്തെല്ലാമായിരുന്നു ചിലരുടെ ആരോപണങ്ങൾ. പക്ഷേ അതിനുശേഷം ഒരു ദിവസം പോലും ഒഴിവില്ലാത്ത വിധത്തിൽ കേരളത്തിൽ ലഹരിവേട്ട നടക്കുകയാണ്. ലഹരിവേട്ടയിൽ പ്രതികളാകുന്നവരിൽ ഭൂരിഭാഗവും പഴയതുപോലെ തന്നെ. കഴിഞ്ഞ ദിവസം അങ്കമാലിയിൽ നടന്ന വൻ കഞ്ചാവ് വേട്ടയിലെ പ്രതികൾ വ്യത്യസ്ത സമുദായത്തിൽപ്പെട്ട ദമ്പതികളായിരുന്നു. കഞ്ചാവ് കടത്തിന് ചുക്കാൻ പിടിച്ചത് അതേ വിഭാഗത്തിൽപ്പെട്ട ഭർത്താവ്. കൂടെയുണ്ടായിരുന്നതോ പൊന്നുപോലെ നോക്കാം എന്ന് പറഞ്ഞ് അന്യമതത്തിൽ നിന്നും കൂടെ കൂട്ടിയ പെൺകുട്ടിയും. എന്തായാലും കേരളത്തിൽ മാത്രമല്ല അവർ ലഹരി വിപ്ലവം നടത്തുന്നത് എന്നതിന് തെളിവാണ് ഇന്നലെ ഗുജറാത്തിൽ തീവ്രവാദ വിരുദ്ധ സേന പിടികൂടിയ 600 കോടിയുടെ മയക്കുമരുന്ന്. മുക്താർ ഹുസൈൻ, ഷംസുദ്ദീൻ ഹുസൈൻ സയ്യിദ്, ഗുലാം ഹുസൈൻ ഉമർ ഭാഗത്ത് എന്നിവരാണ് ലഹരി വേട്ടയിൽ പ്രതികളായി അറസ്റ്റിലായത്. കടൽ മാർഗം പാകിസ്ഥാനിൽ നിന്നും എത്തിച്ച 120 കിലോഗ്രാം ഹെറോയിനാണ് തീവ്രവാദ വിരുദ്ധ സേന ഗുജറാത്തിൽ നിന്ന് പിടികൂടിയത്. ഇന്ത്യയിലെ ഊർജ്ജസ്വലരായ യുവത്വത്തെ നശിപ്പിക്കുക എന്നത് തീവ്രവാദ സംഘടനകളുടെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നാണ് എന്ന റിപ്പോർട്ടുകൾ ഈയിടെ പുറത്തു വന്നിരുന്നു. അതിനാൽ ആ ലക്ഷ്യത്തോടെയായിരിക്കണം പാകിസ്ഥാൻ ആയിരക്കണക്കിന് കോടി രൂപയുടെ മയക്കുമരുന്നുകൾ വർഷം തോറും ഇന്ത്യയിൽ എത്തിക്കുന്നത്. ഇന്ത്യയെ അസ്ഥിരപ്പെടുത്തി ഇന്ത്യയിൽ നുഴഞ്ഞു കയറി അസമാധാനം ഉണ്ടാക്കുക എന്ന ലക്ഷ്യം മാത്രമാണ് ഇതിന് പിന്നിൽ. ഇതിനായി പാകിസ്ഥാൻ ഉപയോഗിക്കുന്നത് ഇന്ത്യയിലിരുന്ന് ഇന്ത്യയുടെ വിഭവങ്ങൾ ഉപയോഗിച്ച് വളരുകയും എന്നാൽ കൂറ് പാകിസ്ഥാനോട് കാണിക്കുന്ന തീവ്രവാദ വിഭാഗത്തിൽപ്പെട്ട ചിലരെയാണ്. ഇക്കൂട്ടർ തന്നെയാണ് താലിബാനെ ഉയർത്തുന്നത്. ഇങ്ങനെയുള്ളവരുടെ എണ്ണം അടുത്ത കാലത്തായി കേരളത്തിൽ ഏറി വരുന്നു. പണ്ടൊക്കെ ഒളിച്ചും പതുങ്ങിയും ചെയ്തിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ അവർ പരസ്യമായി പറയാനും ചെയ്യാനും തുടങ്ങിയതിൻ്റെ തെളിവ് കൂടിയാണ് എല്ലാ ദിവസവും പുറത്തുവരുന്ന ലഹരിവേട്ടയിലെ പ്രതികളായ വിസ്മയങ്ങൾ. ലോകത്തിന്റെ പല കോണിലുള്ള തീവ്രവാദ സംഘടനകളുടെ റിക്രൂട്ട്മെന്റ് ഹബ്ബായി മാറിയ നമ്മുടെ ഈ കൊച്ചു കേരളത്തിലേക്ക് അതിനുവേണ്ട ഫണ്ട് കണ്ടെത്തലും ലഹരി കടത്തലിന്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നാണ്. അതിനുവേണ്ടി കരുക്കൾ നീക്കാനും പിടിക്കപ്പെട്ടാൽ രക്ഷപ്പെടാൻ പഴുതുകൾ ഉണ്ടാക്കാനും കേരളത്തിലെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളിൽ ഇവർ നുഴഞ്ഞു കയറിയിരിക്കുന്നു. എന്തായാലും പാലാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവിന് തെറ്റുപറ്റിയിട്ടില്ല. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ സത്യമാണ് എന്നതിന് തെളിവ് കഴിഞ്ഞ 2 മാസങ്ങളിലായി രജിസ്റ്റർ ചെയ്ത മയക്കുമരുന്ന് കേസുകളും അവരിലെ പ്രതികളുമാണ്. ഒന്നേ പറയാനുള്ളൂ, ഇനിയും ഉറങ്ങുന്ന കേരളമേ ഉണരുക. ഇത്തരം സാമൂഹ്യ തിന്മകൾക്കും അതിന് ചുക്കാൻ പിടിക്കുന്ന ദേശദ്രോഹികൾക്കുമെതിരെ ജാതിമത ഭേദമന്യേ കൈകോർക്കുക.